കോഴിക്കോട് വടകരയിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് ദുൽകിഫിലിനെ ആക്രമിക്കാൻ ഡിവൈഎഫ്ഐക്കാർക്ക് സൗകര്യമൊരുക്കി നൽകിയ പോലീസ് ഉദ്യോഗസ്ഥന് ഇപ്പോഴും സംരക്ഷണ കവചം തീർക്കുകയാണ് ഉന്നത ഉദ്യോഗസ്ഥർ. ഷാഫി പറമ്പിൽ എംപിക്കെതിരെയുള്ള അതിക്രമവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രകടനത്തിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗവുമായ VP ദുൽകിഫിലിന്റെ വാഹനം തടഞ്ഞുകൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ ആക്രമിക്കാൻ സൗകര്യമൊരുക്കി നൽകിയത്. ദുൽകിഫിൽ സഞ്ചരിച്ച വാഹനത്തിന്റെ ചാവി ഊരി മാറ്റിയ പോലീസുകാരൻ ഡിവൈഎഫ്ഐക്കാർക്ക് ആക്രമിക്കാനുള്ള എല്ലാ അവസരവും ഒരുക്കി നൽകുകയായിരുന്നു. തുടർന്ന് KK രമ MLA നേതൃത്വത്തിൽ വടകര പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയും കുറ്റക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ദുൽകിഫിലും സ്റ്റേഷനിൽ കുത്തിയിരിക്കുകയും ചെയ്തു. അന്ന് ആ ഉപരോധ സമരം ഒത്തുതീർപ്പാക്കാൻ ആരോപണ വിധേയനായ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കുകയും എന്നായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയത്. എന്നാൽ ഒരു നടപടി ഉദ്യോഗസ്ഥരെതിരെ സ്വീകരിച്ചിട്ടില്ല എന്നാണ് സത്യം. ദുൽകിഫിലിന്റെ വാഹനത്തിന്റെ ചാവി ഊരിയതുമായി ബന്ധപ്പെട്ട് പോലീസുകാരൻ കുറെ കളവ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. വൺ വേ തെറ്റിച്ചായിരുന്നു ആദ്യത്തെ ആരോപണം. എന്നാൽ ദൃശ്യങ്ങൾ സഹിതം ചാണ്ടി ഉമ്മൻ MLA ഈ വിഷയത്തിൽ സത്യാവസ്ഥ പുറത്തുവിട്ടു. പോലീസുകാരന്റെ എല്ലാ ആരോപണങ്ങളും കളവാണെന്ന് തെളിയിക്കുകയും ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥരുടെ അഴിഞ്ഞാട്ടത്തിനെതിരെയും CPMന്റെ അഴിമതികൾക്കെതിരെയും ജില്ലാ പഞ്ചായത്തിലും പുറത്തു നിലപാട് സ്വീകരിക്കുന്ന CPMന്റെ പോലീസുകാരുടെ കണ്ണിലെ കരടാണ്. അതുകൊണ്ട് തന്നെയാണ് CPMക്കാർക്കും DYFIക്കാർക്കും ദുൽകിഫിലിനെ ആക്രമിക്കാനുള്ള അവസരം പോലീസുകാർ ഒരുക്കി നൽകിയത്. വിഷയത്തിൽ ഒരടി പോലും പിറകോട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് ദുൽകിഫിലും യൂത്ത് കോൺഗ്രസും ഉള്ളത്. കുറ്റക്കാരനായ പോലീസുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതുവരെ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. നിയമം പാലിക്കേണ്ട പൗരന് സംരക്ഷണം ഒരുക്കേണ്ട പോലീസുകാരൻ തന്നെ ജനപ്രതിനിധിയെ ആക്രമിക്കാൻ അവസരം ഒരുക്കി നൽകിയതെന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഗുരുതരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. തെളിവ് സഹിതം ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടും പോലീസ് ഉദ്യോഗസ്ഥന് സംരക്ഷണം ഒരുക്കാൻ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ തീരുമാനമെങ്കിൽ പോരാട്ടത്തിന്റെ ഏതറ്റം വരെ പോകാനാണ് യൂത്ത് കോൺഗ്രസിന്റെ ദുൽകിഫിലിന്റെയും തീരുമാനം. കണ്ണിൽ ചോരയില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥരുടെ കിരാത നടപടി യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് പൊതുസമൂഹം. കുന്നംകുളത്തും പീച്ചിയിലും എല്ലാം കണ്ടതുപോലെ കാക്കിക്കുള്ളിലെ ക്രിമിനലുകൾ സാധാരണക്കാരനെ മർദ്ദിക്കാൻ കൊട്ടേഷൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിനെ നിലയ്ക്കു നിർത്താൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. പോലീസ് സേനയ്ക്കുള്ളിൽ കാക്കിയിട്ട ക്രിമിനലുകളെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിച്ച് ഇത്തരക്കാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതുവരെ സന്ധിയില്ല സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും.